ഞാൻ എന്നെ അറിയല, ഞാൻ ലേശം വെള്ളം കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് കേൾക്കണം നിങ്ങള് ബാക്കിയുള്ളൂ. ആ മോനെ പൊന്നൂട്ടെ മോനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ എന്റെ മോളെ നഴ്സിംഗിന് പറഞ്ഞാച്ച് കണ്ടോലോടൊക്കെ കടം വാങ്ങി ഞാൻ ഇങ്ങനെ ഓനെ പോറ്റിക്കൊണ്ട് നടക്കുക. അങ്ങനെ മെഡിസിന് പഠിക്കാൻ പോയി. ഓന് മാസത്തിൽ ഒരു ദിവസം വരൂ. എന്തൊരു സന്തോഷാന്നറിയാം. മാസത്തിൽ ഒരു ദിവസം വരുമ്പോ ഞാൻ അങ്ങോട്ടേ പോയിട്ട് നാടൻ കോഴിനെ വാങ്ങിയിട്ട് കറി വെച്ചിട്ട് ഓന് കൊണ്ടു കൊടുക്കും. ശ്രീധർ ആ സത്യ പറയുന്നത് അത് കൊണ്ടു കൊടുത്തിട്ട് അതൊക്കെ തിന്നുമ്പോ ഭയങ്കര സന്തോഷാ. ഞാക്ക് നോക്കൂ. അങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ ഒരു ദിവസം ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ഞാള് സന്തോഷത്തോടെ മോനെ നീ ഇങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചോ. അങ്ങനെ മോളും ഉണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഓൻ വരികയും ചെയ്ത് മണത്ത് നോക്കിയിട്ട് ഒരൊറ്റേറ ഈ പാത്രം വലിച്ചിട്ട് ഒരേറ അടിച്ച് പൊളിച്ച് വാതിലൊക്കെ അടച്ച് പൊട്ടി പ്ലേറ്റൊക്കെ എടുത്തെറിഞ്ഞ് നിങ്ങൾ അറിയോ. എല്ലാം കൂടി ആകെ ബേജാറായി. സാവിത്രിക്ക് ഒരു വിഷമം കണ്ടാ നിന്നൂടാ. ഓള് താഴ് വീണ് ആകെ പ്രശ്നമായി. എല്ലാം കൂടി ഞാന് ചങ്ക് പൊട്ടിപ്പോയിട്ടോ. നിങ്ങളാച്ച കരച്ചിൽ വരില്ലേ. നമ്മളത്ര സ്നേഹിച്ചു കൊണ്ട് നടന്ന അത്രയും പോറ്റിക്കൊണ്ട് നടന്ന മക്കള് നമ്മളെ അടുത്തുനിന്ന് വഴി തട്ടിപ്പോകുമ്പോ അങ്ങനെ ഞാളോന വലിയൊരു ആശുപത്രി കൊണ്ടുപോയി. പൈസ ഇല്ലെങ്കിലും പണം വാങ്ങിയിട്ട് ഒരു ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞേ ഞമ്മ മയക്കുമരുന്നിന് അടിമയാന്ന. മയക്കുമരുന്നിന് അടിമ ഇതുപോലുള്ള പൈസകൾ നമ്മൾ വിചാരിക്കോ എന്തെങ്കിലും ആയി പോകുന്നത് ഓരോന്നായി പോവുക. അങ്ങനെ പ്രാന്തളകി പോകില്ല മനുഷ്യന്. അങ്ങനെ എന്നെന്താ കലർത്തിരിക്ക. അങ്ങനെ ഞാൻ പറയട്ടെ, ഈ ഡോക്ടർ പറഞ്ഞു ഇവന്റെ താളം തെറ്റിയെന്ന്. പിന്നെ സാവിത്രി ആകെ തകർന്ന്. എന്നാലും ഞാള് പറഞ്ഞ് ഈ കുട്ടികളൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആകുന്ന നമുക്ക് എവിടെയെങ്കിലും നേർച്ചൊക്കെ നേരാന്ന്. അങ്ങനെ ഇല്ലാത്ത പൈസ ഒക്കെ കൊടുത്ത് നേർച്ചൊക്കെ നേർന്ന് നിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. എല്ലാം കൂടി ആകെ പുരയിലെ കലമ്പിലായി. എല്ലാം പ്രശ്നമായി. ജീവിതം കുട്ടിച്ചോറായി. ഓനുണ്ടല്ലോ ഓനൊരു ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോ എല്ലാം റെഡിയായി വിചാരിച്ച ഡോക്ടർ കൊടുത്ത മരുന്നിന്റെ മയക്കത്തിലോ കിടക്കുക. അതിനു മുമ്പ് മയങ്ങി കിടത്ത എങ്ങനെയാന്നറിയോ ഓരോരോ സാധനം കുത്തി വെച്ചിട്ട് മയങ്ങി കിടന്ന അന്ന് ഡോക്ടർ കൊടുത്ത മരുന്നും കുടിച്ച് മയങ്ങി കിടക്കുമ്പോ ഞാൻ പണിക്ക് പോയി. വൈകുന്നേരം വരുമ്പോ കാണുന്ന കാഴ്ച എന്താ അറിയോ. എന്റെ മോളെ അടിച്ച് തകർത്തിട്ട് ഓനിങ്ങനെ ഭ്രാന്തളിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ജാലകത്തിന്റെ ഉള്ളിൽ കൂടെ ഈ അച്ഛൻ നോക്കുമ്പോ ഓനാർന്ന് തെയ്യം കെട്ടി ഇത്ര തുള്ളുന്ന പോലെ ആടിക്കളിക്കുക. അവൻ ഒന്നും അറിഞ്ഞൂടാ. ഓരോർമ്മയില്ല. എല്ലാം വലിച്ചെറിഞ്ഞ് കണ്ണിൽ കണ്ടതെല്ലാം പൊട്ടിച്ച് തകർത്തെറിഞ്ഞ് എന്റെ എല്ലാ സ്വപ്നങ്ങളും ആ മോളെ അവിടെ വെച്ചിട്ട് ക്രൂരമായി അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാനെങ്ങനെ ജീവിക്കുക. എനിക്ക് പ്രാന്ത. ഇതൊക്കെ കണ്ട് ഭ്രാന്തളകാത്ത ആരാളുള്ളത്? നിങ്ങളെ കുടുംബത്തിലുണ്ട് നിങ്ങൾക്ക് ഭ്രാന്തളയിലെ. ഞാൻ പറയുന്നത് എന്റെ മക്കളെ, നിങ്ങൾ ഇന്ന് തുടങ്ങി, ഞാൻ സത്യം പറയാം, നിങ്ങൾ ഇന്ന് തുടങ്ങി നിങ്ങളെ മൊബൈൽ ഫോണും നിങ്ങളെ സീരിയലും നിർത്തിവെച്ചിട്ട് ചെറിയ മക്കൾ വരുമ്പോ ഓരോ കാര്യം പറയാണ്ടാവും. ഒരു ചേട്ടൻ എനിക്ക് മുട്ടായി തന്നിക്കെന്ന് പറയാണ്ടാവും. ഒരു ചേട്ടൻ എനിക്കൊരു പൊതി തന്നെന്ന് പറയാണ്ടാവും. അന്ന് ഇഞ്ഞങ്ങാട്ട് നിക്ക കുഞ്ഞാ, ഇനി അങ്ങോട്ട് മാറി കുഞ്ഞാന്ന് പറയരുത്. അത് കേൾക്കണം. ഓല് വഴി തെറ്റുന്ന ഈ ഒരു കേൾവിക്കുറവുകൊണ്ട് അത് വേലായുധം മനസ്സിലാക്കി. എന്റെ സാവിത്രി മരിച്ചു കിടക്കുന്നു. എന്റെ മോനിന്ന് ജയിലിൽ കിടക്കുന്നു. എന്റെ ശ്രദ്ധക്കുറവുണ്ടോ നിങ്ങൾ അറിയണം. നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധക്കുറവുണ്ട്. ഇന്ന് ഈ അങ്ങാടി നിന്ന് നേരം പോക്കുമ്പോ നിങ്ങൾ നേരത്തെ നിങ്ങളെ വീട്ടിൽ പോയി